ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ. എൻ്റെ ജന്മനാട് അമ്പലപ്പുഴ. ഞാനിപ്പോൾ എൻ്റെ ജന്മനാട്ടിലെ അമ്പലപ്പുഴയിലാണ്. ഇത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ ഒരു കോമ്പൗണ്ടാണ്. ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ഇത് തിരുവിതാംകൂർ ദേവസ്വം പോലെ സത്രമായിരുന്നു. ക്ഷേത്രത്തിൽ വരുന്ന ഭഗവാന്റെ ഭക്തന്മാർക്ക്, അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വരുന്ന ഭഗവാന്റെ ഭക്തന്മാർക്ക് ഇവിടെ താമസിച്ച് ഭഗവാനെ ദർശിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി പണിത സത്രമായിരുന്നു ദേവസ്വം ബോർഡിൻ്റെ. അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലായിരുന്നു ഈ സത്രം. ഇവിടെ റൂമുണ്ടായിരുന്നു. റൂം അവിടെ റെൻറ്റിന് കൊടുക്കും. നമുക്കിവിടെ താമസിച്ചുകൊണ്ട് ഭഗവാന്റെ ദർശനത്തിന് പോകാമായിരുന്നു. പക്ഷേ ഇതിൻ്റെ പുതിയ ഓഡിറ്റോറിയം ഉൾപ്പെടെ പുതിയ കോംപ്ലക്സ് നിർമ്മിക്കാൻ വേണ്ടി, പുതിയ രീതി നിർമ്മിക്കാൻ വേണ്ടി ഇത് പൊളിച്ചു കളഞ്ഞു. അപ്പോൾ ഇതിൻ്റെ വർക്ക് മുൻ സർക്കാരിൻ്റെ കാലത്താണ്, തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് ഇത് പൊളിച്ചു കളഞ്ഞത്. തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് പൊളിച്ചു കളഞ്ഞത്. ഈ പൊളിച്ചു കളഞ്ഞ ദേവസ്വം സത്രം എന്ന് പുനരാരംഭിക്കും? ഇതിൻ്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി ഭക്തജനങ്ങളെ കഷ്ടപ്പാടിൽ നിന്ന്, ദുരിതത്തിൽ നിന്ന് മാറ്റണമെന്ന് സർക്കാരിനോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഭഗവാന്റെ ഭക്തന്മാർക്ക് വേണ്ടി, അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഭഗവാന്റെ ഭക്തന്മാർക്ക് വേണ്ടി ഞാൻ സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഈ പൊളിച്ചു കളഞ്ഞ, മുൻ സർക്കാർ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് ഇത് പൊളിച്ചു കളഞ്ഞത്. ഈ സത്രം പൊളിച്ചു കളയുന്നത് തെരഞ്ഞെടുപ്പിന് മുമ്പാണ്. നല്ല ഒന്നാന്തരം ഒരു കെട്ടിടമാണ്. അല്ല, കെട്ടിടത്തിന് കാലപ്പഴക്കമോ യാതൊരുവിധ കുഴപ്പമില്ലാത്തൊരു കെട്ടിടമായിരുന്നു. അത് വിപുലമാക്കാൻ വേണ്ടി, ഓഡിറ്റോറിയം ഉൾപ്പെടെ വിപുലമാക്കാൻ വേണ്ടിയാണ് ഈ നല്ല കെട്ടിടം പൊളിച്ചു കളഞ്ഞത്. ഇപ്പോൾ പൊളിച്ചു കളഞ്ഞ ഈ ദേവസ്വം സത്രം എത്രയും പെട്ടെന്ന് നിർമ്മാണം തുടങ്ങി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കി പൊതുജനങ്ങൾക്ക് വേണ്ടി ഇത് പ്രവർത്തനം സജ്ജമാക്കണമെന്ന് ഞാൻ കേരള സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഇത് പൊളിച്ചത് ഒട്ടും ശരിയായില്ല. ഇനി എത്രയും പെട്ടെന്ന് ഇതിൻ്റെ വർക്ക് പണി ആരംഭിച്ച് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ ഞാൻ കേരള സർക്കാരിനോട്, അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമിയുടെ ഭഗവാന്റെ ഭക്തന്മാർക്ക് വേണ്ടി കേരള സർക്കാരിനോട് ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ അഭ്യർത്ഥിക്കുകയാണ്. അഭിലാഷ് അമ്പലപ്പുഴ യൂട്യൂബ് ചാനലും, അഭിലാഷ് അമ്പലപ്പുഴ ഇൻസ്റ്റാഗ്രാം പേജും, അഭിലാഷ് അമ്പലപ്പുഴ പത്രം, അഭിലാഷ് അമ്പലപ്പുഴ ന്യൂസ് പേപ്പർ, അഭിലാഷ് അമ്പലപ്പുഴ ഫേസ്ബുക്ക്, അഭിലാഷ് അമ്പലപ്പുഴ എക്സ്. അപ്പോൾ ഞാൻ സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയാണ്, എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പണി പൂർത്തിയാക്കി ഭഗവാന്റെ ഭക്തന്മാർക്ക്, അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഭഗവാന്റെ ഭക്തന്മാർക്ക് വേണ്ടി ഇത് ഭഗവാന്റെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഭഗവാന്റെ ഭക്തന്മാർക്ക് വേണ്ടി ഇത് എത്രയും പെട്ടെന്ന് പ്രവർത്തന സജ്ജമാക്കണമെന്ന്, വർക്ക് തുടങ്ങി ഇതിൻ്റെ വർക്ക് പൂർത്തിയാക്കി ഭഗവാന്റെ ഭക്തന്മാർക്ക് വേണ്ടി ഇത് പ്രവർത്തന സജ്ജമാക്കണമെന്ന്, വർക്ക് പൂർത്തീകരിക്കണമെന്ന് ഞാൻ കേരള സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ദേവസ്വം സത്രം, അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപമുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സത്രം ഒരു കാലപ്പഴക്കം, ഒരു കുഴപ്പമില്ലാത്ത കെട്ടിടമാണ് പൊളിച്ചു മാറ്റിയത്. ഇത് വിപുലമായ രീതി, ഓഡിറ്റോറിയം ഉൾപ്പെടെ വിപുലമായി നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് പൊളിച്ചു മാറ്റിയത്. ഇപ്പോൾ പൊളിച്ചു മാറ്റിയ കെട്ടിടം എത്രയും പെട്ടെന്ന് അതിൻ്റെ വർക്ക് തുടങ്ങി പണി പൂർത്തിയാക്കി പ്രവർത്തന സജ്ജമാക്കി ഭക്തന്മാർക്ക് തുറന്നു കൊടുക്കണമെന്ന് ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു. ഭഗവാന്റെ ഭക്തന്മാർക്ക് വേണ്ടി, അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഭഗവാന്റെ ഭക്തന്മാർക്ക് വേണ്ടി ഞാൻ സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ, എൻ്റെ ജന്മനാട് അമ്പലപ്പുഴ.